അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം അവന് കാഴ്ചയില്ല, അവന് യാതൊന്നും കാണാൻ കഴിയുന്നില്ല, അവന് സമൂഹത്തിൽ മറ്റുള്ളവർ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അവന്റെ ജീവിതം ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ യേശു കർത്താവ് ആ വഴി കടന്നു പോകുന്നത്. യേശു കർത്താവിന്റെ ശ്രുതി അവന്റെ ചെവിയിലേക്ക് ഓടിയെത്തി. അവനറിയാം യേശു കർത്താവ് തൊട്ടാൽ സൗഖ്യമുണ്ട്. അവനറിയാം യേശു കർത്താവിന്റെ അടുക്കൽ പോയാൽ എൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. അവനറിയാം യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നാൽ എന്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന്. അവൻ അവിടെ ഇരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിലവിളിക്കുന്നവരുടെ അടുക്കലേക്ക് എന്റെ യേശു അടുക്കലേക്ക് വരും. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ അപ്പന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ, അവന്റെ ചുറ്റുമുള്ളവരെല്ലാം അവനെ ശാസിച്ചു, അവനെ മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. പക്ഷെ അവൻ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഇതവന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. യേശു അവനെ മറന്നു പോയാൽ, യേശു അവനെ കടന്നുപോയാൽ, ഒരുപക്ഷെ അവന്റെ ജീവിതം മുഴുവനായി അങ്ങനെ ഇരിക്കും. ഇന്ന് പകൽക്കാലം വേദനയോടെ, നിരാശയോടെ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, കുഴി പോലുള്ള അവസ്ഥയിൽ വീണ് കിടക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ഒന്ന് വിളിക്ക്. ആ മനുഷ്യൻ വിളിച്ചതുപോലെ വിളിക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അങ്ങനെ വിളിച്ചെന്ന് വരത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾ ആരാധിച്ചതുപോലെ ആരാധിച്ചെന്ന് വരത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർ നിങ്ങൾ വിളിക്കുന്നത് പോലെ കരഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വേണമെങ്കിൽ, നിങ്ങളുടെ പ്രതികൂലത്തിന് പരിഹാരം വേണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ഒന്ന് വിളിച്ചാട്ടെ. യേശുവേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. യേശു അവന്റെ അടുക്കലേക്ക് വന്നിട്ട് അവനോട് പറഞ്ഞൊരു പദമുണ്ട്, ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അടുത്ത് പറഞ്ഞൊരു പദം ഇപ്രകാരമാണ്, ധൈര്യപ്പെടുക മാത്രമല്ല, നീ എഴുന്നേൽക്കുക. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ മേഖലയിൽ ഉടയപ്പെട്ടവരാണോ നിങ്ങൾ? നുറുങ്ങപ്പെട്ടവരാണോ നിങ്ങൾ? ഒടുക്കപ്പെട്ടവരാണോ നിങ്ങൾ? പിശാച് നിങ്ങളെ മർദ്ദിച്ച വശലാക്കിയ നിലയിലാണോ? ഇനി എനിക്കൊരു എഴുന്നേൽപ്പില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പില്ല, ഇതുകൊണ്ട് ഞാൻ അസ്തമിച്ചു, ഇതുകൊണ്ട് ഞാൻ ഉടഞ്ഞു, ഇതുകൊണ്ട് ഞാൻ തകർന്നെന്ന് പറയുന്നവരാണോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം ഇത് നിങ്ങളുടെ അവസരമാണ്. യേശു നിങ്ങളുടെ അടുക്കലുണ്ട്, അവൻ നിങ്ങളുടെ സമീപത്തുണ്ട്. ഇന്ന് പകൽക്കാലം ഉറക്കെ വിളിക്ക്, ഉറക്കെ വിളിക്ക്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം, ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നീ വിളിച്ചാൽ നിന്റെ അടുക്കൽ അവൻ വരും, നിന്റെ മാറോട് അവൻ ചേർത്ത് പിടിക്കും. ആമേൻ, 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 ആമേൻ. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മെ ഗൈഡ് ചെയ്യുന്നവനല്ല യേശു കർത്താവ്. ശദ്രക്ക്, മേശക്, അബേദ്നെഗോ ഇവർ അഗ്നിയുടെ തീച്ചൂളയിൽ വീണപ്പോൾ അമേൻ തീച്ചൂളിയുടെ കരയിലിരുന്ന്, മോനെ കയറി വാ, നിന്റെ കയർ അറുത്തു മാറ്റാൻ നല്ല യേശു പറഞ്ഞത്. ദൈവം അഗ്നിനാളത്തിന്റെ അടുക്കലേക്ക്, അഗ്നിനാളത്തിന്റെ അകത്തേക്ക് ഇറങ്ങി, അവൻ പ്രതിസന്ധിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ അരികിലേക്ക് ഇറങ്ങി. അവൻ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ്. താണുപോകുന്ന പ്രശ്നത്തിന്റെ നടുവിൽ കടലിന്റെ ഉള്ളിൽ അവനുണ്ട്. പത്രോസ്, നീ താണുപോയെന്ന് വരാം, പത്രോസ് പ്രതികൂലത്തിന്റെ നടുവിൽ നീ മുങ്ങപ്പെട്ടെന്ന് വരാം. പക്ഷെ യേശു കർത്താവ് കരയിലല്ല നിൽക്കുന്നത്, നീ താണുപോകുന്ന കടലിന്റെ അരികിൽ യേശുവുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ കരം പിടിക്കത്തക്ക ദൂരത്തിൽ യേശു നിന്റെ അരികിലുണ്ട്. ഒരു നിമിഷ സമർപ്പണത്തോടെ ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുക. ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുക.